ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെയും കേരള പാഠാവലിയും മലയാളം അടിസ്ഥാന പാഠാവലിയും അതേപോലെ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങി സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസ് എക്സ്പ്ലനേഷൻ അടക്കം ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ അടങ്ങുന്ന വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും 7ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ നമ്മൾ റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ സയൻസ് 2 മണിക്കൂറാണ്. 10 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതിൽ 10 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ നിങ്ങൾ അറിയാവുന്ന ഏറ്റവും നല്ലവണ്ണം അറിയാവുന്ന 8 ആക്ടിവിറ്റീസിന് ആൻസർ ചെയ്താൽ മതി. 40 മാർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 1. ദ വിജയനഗര കിങ്ഡം വാസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഡൈനാസ്റ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ഡൈനാസ്റ്റി രാജഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വിജയനഗര കിങ്ഡം ആയിരുന്നു. ഹു ഈസ് ദ പോപ്പുലർ ആൻഡ് പ്രോമിനൻറ്റ് കിങ് എമംഗ് ദ വിജയനഗര എംപയർ. അപ്പോൾ അതിലെ പ്രശസ്തനായ രാജാവ് ആരായിരുന്നു? നെയിം ദ സ്കോളേഴ്സ് ദാറ്റ് അഡോൺഡ് ദ കോർട്ട് ഓഫ് വിജയനഗര കിങ്. അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിലെ സ്കോളേഴ്സിൻ്റെ പേര് എഴുതാനാണ്. മൂന്നാമത്തെ ചോദ്യം. പ്രിപ്പയർ എ നോട്ട് ബൈ കമ്പയറിംഗ് ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. ഇപ്പോൾ കൃഷ്ണദേവരായരുടെയും അക്ബറിൻ്റെയും റിലീജിയസ് പോളിസീസ് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തേതിന് 2 മാർക്കാണുള്ളത്. 1 മാർക്ക്, മൂന്നാമത്തേന് 3 മാർക്ക്. അതിനനുസരിച്ച് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് ചോദ്യത്തിന് ഉത്തരം എന്താണ്? പോപ്പുലർ ആൻഡ് പ്രോമിനൻറ്റ് കിങ് എമംഗ് വിജയനഗര എംപയർ ആരാണ്? കൃഷ്ണദേവരായാണ്. അതേപോലെ തന്നെ നെയിം ദ സ്കോളേഴ്സ് ദാറ്റ് അഡോൺ ദ കോർട്ട് ഓഫ് വിജയനഗര കിങ്. വിജയനഗര കൊട്ടാരത്തെ അലങ്കരിച്ച പണ്ഡിതന്മാർക്ക് പറയുന്ന പേരാണ് അഷ്ടദിഗ്ഗജാസ്. എന്താണ്? അഷ്ടദിഗ്ഗജാസ്. ഇനി നമുക്ക് റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബറിൻ്റെയും കൃഷ്ണദേവരായയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അക്ബറിൻ്റെ ആദ്യം നമുക്ക് നോക്കാം. ക്രിയേറ്റഡ് ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചു. എ വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻ. എല്ലാ റിലീജിയൻസിൻ്റെയും നല്ല ആസ്പെക്ട്സ് ഒക്കെ എടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയ മതത്തിൻ്റെ പേരെന്താണ്? ദിൻ ഇലാഹി എന്നാണ്. അതേപോലെ തന്നെ കൺസ്ട്രക്റ്റഡ് ദ ഇബാദത്ത് ഖാന ഫോർ ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സസ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നറീസ്. ഇപ്പോൾ ഇബാദത്ത് ഖാന അദ്ദേഹം ഉണ്ടാക്കി. ഒരു ഇബാദത്ത് ഖാന ഉണ്ടാക്കി. അവിടെ എന്താണ്? ഡിസ്കോഴ്സസ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നറീസ്, മതപണ്ഡിതന്മാരുടെയും അതേപോലെ തന്നെ പുരോഹിതന്മാരുടെയും ഒക്കെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം. ഇനി അടുത്തത് പോപ്പുലറൈസ്ഡ് ദ ഐഡിയ ഓഫ് ഓൾ ദി വിഷൻസ് ആർ ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പം മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊരു ഐഡിയ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തു. അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ. അപ്പോൾ അന്ന് നിലവിലിരുന്ന ഒരു ടാക്സ് ആയിരുന്നു ജസിയ. ആ ജസിയ എന്ന നികുതി അദ്ദേഹം അബോളിഷ് ചെയ്തു, ഇല്ലാതാക്കി. ഇനി നമുക്ക് കൃഷ്ണദേവരായത് നോക്കാം. ഗേവ് ഇമ്പോർട്ടൻസ് ടു റിലീജിയസ് ടോളറൻസ്. ഓൾ റിലീജിയൻസ് വെർ ട്രീറ്റഡ് ഈക്വലി. കൺസ്ട്രക്റ്റഡ് ടെമ്പിൾസ്. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വെർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ്. അപ്പോൾ അത് രണ്ടുമാണ്. ആദ്യത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹു വാസ് ദ ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ 12th century. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആരായിരുന്നു? ബസവണ്ണ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം. വിച്ച് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ. അപ്പോൾ ബസവണ്ണ ഫൗണ്ട് ചെയ്ത ഒരു മൂവ്മെൻറ്റ് എന്താണ്? വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ ബസവണ്ണ വീരശൈവ മൂവ്മെൻറ്റ്. ഇനി അടുത്ത റൈറ്റ് ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. വീരശൈവ മൂവ്മെൻറ്റിൻ്റെ മേജർ ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ബ്രാഹ്മണിക്കൽ സുപ്പർമസി ആൻഡ് ഒതൻസിറ്റി ഓഫ് വേദാസ് വെർ ക്വസ്റ്റ്യൻഡ്. അപ്പം ബ്രാഹ്മണരുടെ ആധിപത്യവും അതേപോലെ തന്നെ വേദത്തിൻ്റെ ആധിപത്യവും അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. അപ്പോൾ അന്ന് ഒരുപാട് ജാതീയമായ വേർതിരികളും അതേപോലെ തന്നെ സ്ത്രീകളെയും വളരെയധികം വേർതിരിവുണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരെയും അതേപോലെ ജാതിപരമായിട്ടും വളരെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തു. മോണോത്തിസം വാസ് എൻകറേജ്ഡ്.
കൺവിൻസ് ടു ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നസ് വർക്ക് ആൻഡ് ലേബർ. വർക്കും അതായത് അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും തൊഴിലിൻ്റെയും മഹത്വത്തെ പറ്റി എല്ലാവരെയും പഠിപ്പിച്ചു. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ഒപ്പോസ് ചെയ്തു. അതേപോലെ തന്നെ എൻകറേജ്ഡ് മാരേജ് ഓഫ് പോവേർട്ടി ആൻഡ് വിഡോ റീമാരേജ്, വിധവാ പുനർവിവാഹം ഒക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇനി അടുത്ത അപ്പോൾ 2 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അവർ കൺട്രി ഗീവ് ഇമ്പോർട്ടൻസ് ടു ചൈൽഡ് റൈറ്റ്. നമ്മുടെ രാജ്യം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. റൈറ്റ് എനി ലോ റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്. അപ്പം ചിൽഡ്രൻസിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു റൈറ്റ്, ഒരു ലോ എഴുതുക. അതേപോലെ വാട്ട് ഈസ് മെൻറ്റ് ബൈ പോക്സോ ആക്ട് എന്താണെന്ന് എഴുതുക. അതേപോലെ തന്നെ 3ാമത്തെ ചോദ്യം, ടാബ്ലേറ്റ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ലെറ്റ്സ് ടു ഡിറ്റക്റ്റീവ് സിറ്റുവേഷൻ ദാറ്റ് മേ ലെറ്റ് ടു ക്രൈംസ് അഗേൻസ്റ്റ് ദ ചിൽഡ്രൻ ആൻഡ് പ്രിവെൻറ്റീവ് മെഷർ ടു അവോയ്ഡ് സച്ച് ക്രൈംസ്. അതായത് കുട്ടികൾക്ക് ക്രൈംസ് നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ക്രൈംസ് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, സുരക്ഷാ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്, അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ റൈറ്റ് എനി ലോ റിലേറ്റഡ് ടു ചൈൽഡ് റൈറ്റ് എന്താണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. അപ്പോൾ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. ഇനി അടുത്തത് പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് 2012. അപ്പോൾ 2012 നിലവിൽ വന്ന ഒരു ആക്റ്റാണിത്. ഇതിൻ്റെ പേര് പോക്സോ. മുഴുവൻ പേരെന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്സ്വൽ ഒഫൻസസ് is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. ഇനി അടുത്ത് നമുക്ക് എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷർമെൻറ്റ് എടുക്കാം? കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? കീപ്പ് എവേ ഫ്രം ഇൻടോക്സിക്കൻസ്. ഓക്കെ, മദ്യം അതേപോലെ തന്നെ ഡ്രഗ്സിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തുക. ടോക്ക് ഓപ്പൺലി വിത്ത് പാരൻസുമായിട്ട് നല്ല തുറന്ന് സംസാരിക്കുക. ഡോണ്ട് ഫോൾ ഫോർ ദ ത്രെഡ്സ് ഓഫ് ആൻറ്റി സോഷ്യൽസ്. ഐഡൻറ്റിഫൈ ആൻഡ് വിഗറസ്ലി ഡിഫൈൻഡ് അഗെയിൻസ്റ്റ് അൺവാണ്ടഡ് ലുക്സ്, ടച്ച് ആൻഡ് ആക്ഷൻ. അപ്പോൾ നമുക്ക് ബാഡ് ടച്ച്, ഗുഡ് ടച്ച് അങ്ങനെ നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയണം. അൺവാണ്ടഡ്, ആവശ്യമില്ലാത്ത ടച്ച്, അതേപോലത്തെ നോട്ടങ്ങൾ, അതേപോലെ പ്രവൃത്തികൾ, അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഡിഫെൻഡ് ചെയ്യാനും നമുക്ക് കഴിയണം. ഓപ്പൺ അപ്പ് യു ടു യുവർ ടീച്ചർ അബൌട്ട് യുവർ ഡിഫിക്കൽട്ടീസ് അറ്റ് സ്കൂളിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ നിങ്ങൾ ടീച്ചറോട് പറയുക. ബി കറേജസ് ഇഫ് യു ഫൈൻഡ് യുവർ സെൽഫ് അലോൺ ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മളിനി ഒറ്റയ്ക്കാവുന്ന സാഹചര്യത്തിൽ നമ്മൾ വിടരുത്, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റി. According to Article 368, Parliament has the power to amend the Constitution. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മാറ്റങ്ങൾ വരുത്താം അല്ലേ? അതിനുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഓക്കെ, ആർട്ടിക്കിൾ വിച്ച് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന അവകാശമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് ഏത് ആർട്ടിക്കിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ഇയർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009? അപ്പോൾ ആ ആക്ടിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഇതാണ് 3 ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. 21A ആണ് ആർട്ടിക്കിൾ വിച്ച് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എഡ്യൂക്കേഷനെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 21A. അത് ഇൻ വിച്ച് ഇയർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നത്? August 4, 2009. ഇനി എന്താണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേറ്റ് ആക്ട്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? ദിസ് ആക്ട് എൻഷുവേഴ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 ഇയേഴ്സ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ളതും അതേപോലെ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്നാണ് 2009 ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 5.
Guru Nanak was one among the person that started cultural harmony in medieval India. അപ്പോൾ medieval ഇന്ത്യയിൽ നമ്മുടെ കുറേ കൾച്ചറൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ബസവണ്ണ, അതേപോലെ ഗുരു നാനാക്ക്, കബീർ തുടങ്ങിയ ഒരുപാട് സൂഫിസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഈ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ലങ്കാർ പ്രൊപ്പോസ്ഡ് ബൈ ഗുരുനാനാക്ക്. അപ്പം ഗുരുനാനാക്ക് ഉണ്ടാക്കിയൊരു സംഭവമാണ് ലങ്കാർ. ലങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ റിലീജിയൻസ് ദാറ്റ് ഫൗണ്ടഡ് ബൈ ഗുരുനാനാക്ക്. ഗുരുനാനാക്ക് ഫൗണ്ട് ചെയ്ത റിലീജിയൻ. നമ്മൾ നേരത്തെ അക്ബർ കണ്ടുപിടിച്ച ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു. അത് ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ചോദ്യം. ഐ കെ നോട്ട് ഹോൺ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരുനാനക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സ് അതും എഴുതാനാണ് പറഞ്ഞത്. 3 ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ചോദിക്കാം. ലങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റി കിച്ചണാണ്. സാമൂഹിക അടുക്കള, സമൂഹ അടുക്കള എന്നൊക്കെ പറയും. ലങ്കാർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ ഈസ് ദ പ്ലേസ് വെർ ഓൾ ക്ലാസ്സസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇവിടെ വന്ന് ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതാണ് കമ്മ്യൂണിറ്റി കിച്ചൺ. ഇനി അദ്ദേഹം കണ്ടുപിടിച്ച മതത്തിൻ്റെ പേരെന്താണ്? സിഖ് റിലീജിയനാണ് അദ്ദേഹം കണ്ടുപിടിച്ച മതം. ഇനി അടുത്തത് എന്താണ്? മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരുനാനാക്ക്. ഗുരുനാനാക്ക് വാസ് അഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിച്വൽസ് ഓഫ് റിലീജിയൻസിൽ മതത്തിലുണ്ടായിരുന്ന പല ആചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. പല ആചാരങ്ങളും ഒരു മീനിങ്ലെസ്, അർത്ഥമില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. ഈ സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ് ടു ദ പീപ്പിൾ. ഒരൊറ്റ ദൈവം, ഏകദൈവ വിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ എൻകറേജ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ അദ്ദേഹം എൻകറേജ് ചെയ്ത കൺസെപ്റ്റ് എന്താണ്? ഇക്വാലിറ്റി, അതായത് എല്ലാവർക്കും ഈക്വാലിറ്റി, അതായത് സമത്വം, എല്ലാവരും സമന്മാരാണ്, തുല്യരാണ്. ബ്രദർഹുഡ്, സഹോദര്യം, ലവ്, സ്നേഹം, ഗുഡ്നസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അഡൾട്ടറി, പിൽഗ്രിമേജ് എക്സെട്ര were rejected by him. Economic inequality was questioned and people were encouraged to abstain from using intoxicants. അപ്പോൾ നമ്മൾ 5 പോയിൻറ്റ്സ് പഠിച്ചു. അപ്പോൾ നിങ്ങൾ മാർക്കിനനുസരിച്ച് പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. റൈറ്റ് ഇൻ ടു ഹൗ മെനി ഡിവിഷൻസ് ദ വിജയനഗര കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു 4 അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ വിജയനഗര വേർ നോൺ ആസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, വിജയനഗര കിങ്ഡം ഡിവൈഡ് ചെയ്തിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കൺവീനിയൻസിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടിയിട്ട് വിജയനഗര കിങ്ഡം പല വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ചോദ്യം. ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ വിജയനഗര വേർ നോൺ ആസ്. ഓക്കെ, അപ്പോൾ ദേവർ 4 ഡിവിഷനായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ഡലം, നാട്, സ്ഥലം, ഗ്രാമം. എന്തായിരുന്നു? മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമം. പിന്നെ അതേപോലെ തന്നെ ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ വിജയനഗര വേർ നോൺ ആസ് അമര നായകാസ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7. നെയിം ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ദ ട്രൈബ്സ് ടു വിൻ നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ. ബെസ്റ്റ് ഫീമെയിൽ സിംഗറിന് അവാർഡ് കിട്ടിയ, അതായത് ട്രൈബൽസിൻ്റെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അല്ല, നാഷണൽ അവാർഡ് കിട്ടിയ ആളെ പേരെഴുതാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പാടിയ നെഞ്ചിയമ്മ അല്ലേ. അപ്പോൾ നമുക്ക് നെഞ്ചിയമ്മ എന്ന് എഴുതാം. നെയിം ദ ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റ് ഹൂ മെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റഡി ഓഫ് ഈഴവ ഗോത്ര കമ്മ്യൂണിറ്റി ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലെ ഈഴവ ഗോത്ര കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിച്ച ഒരു ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ പേരാണ് ഡോക്ടർ എ അയ്യപ്പൻ. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽസ്. ട്രൈബൽസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാനാണ്. ദ ലീവ് ടുഗദർ ഇൻ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയസ്. അവരൊരു പ്രത്യേക സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ്. ദ ക്രിയേറ്റ് ദെയർ ഓൺ നോളജ് ആൻഡ് ലീവ് ബൈ അപ്ലൈയിങ് ദം. അവർക്ക് അവരുടേതായിട്ടുള്ള ചില നോളജ് ഉണ്ട്, അവർ അതനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. ദേ ഫോൾ ദെയർ ഓൺ വേ ഓഫ് ലൈഫ്, ആർട്ട് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അവർക്ക് അവരുടേതായിട്ടുള്ള കലാപരമായിട്ടുള്ള ചില കാര്യങ്ങളും അതേപോലെ തന്നെ ഡ്രസ്സിങ്ങിലായാലും ആർട്ടിലായാലും ലൈഫ് സ്റ്റൈലായാലും
അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. ദേ ലോസ്റ്റ് ദിയർ റൈറ്റ് ആൻഡ് ഓണർഷിപ്പ് ഇൻ ദിയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് ദസ് ദേ വർ സബ്സിക്വൻ്റ്ലി മാർജിനലൈസ്ഡ്. In the fields of art, language, literature, medicine and agriculture, the tribals have excellent knowledge and skills that they have acquired through close contact with nature. അപ്പോൾ നേച്ചറുമായി പ്രകൃതിയുമായി വളരെ അടുത്ത് ജീവിക്കുന്നവരാണ് ഈ ട്രൈബൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വളരെ എക്സലൻറ്റ് നോളജാണ് ഈ പ്രകൃതിയുമായിട്ടുള്ളത്. ഓക്കെ, മെഡിസിൻസിനെ പറ്റിയിട്ടും അതേപോലെ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടൊക്കെ കാടിനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ് ഈ ട്രൈബൽസ്. അപ്പം നിങ്ങൾ ഫീച്ചേഴ്സൊക്കെ എഴുതാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ 3 ഫീച്ചേഴ്സൊക്കെ ഉള്ളു എഴുതാനുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി ആക്ടിവിറ്റി 8 ആണ്. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ സച്ച് ഹൈംസ് നോൺ ആസ്. അപ്പോൾ നോണാസ് എന്താണ്? ദോഹാസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർസ് ഐഡിയ ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ? കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലനിന്ന ഒരു വ്യക്തിയാണ് കബീർ. ഹി റിമൈൻഡഡ് ദാറ്റ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ 2 വെസൽസ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. He argued that caste system, untouchability, religious rituals, post-death rituals, idol worship, etc. were meaningless. Kabir criticized all kinds of discrimination based on caste, religious, race, legacy, wealth. Okay. ഇനി അടുത്ത ആക്ടിവിറ്റി 9 ആണ്. പ്രിപ്പയർ എ ടൈം ലൈൻ യൂസിങ് സം ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പഠിച്ചില്ല കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡയഗ്രാമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ടൈം ലൈൻ ഉണ്ടാക്കാനാണ്. അമെൻമെൻറ്റ് 1 1951 അവിടെ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ് ടു 9. ഇനി അമെൻമെൻറ്റ് 42 1976 അന്നേരം എന്താണ്? സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വെർ ആഡഡ് എന്നീ 3 വാക്കുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് എപ്പോഴാണ്? 1976 അമെൻമെൻറ്റ് 42 ആണ്. പിന്നെ ഉള്ളത് അമെൻമെൻറ്റ് 44 അത് 1978 റൈറ്റ് പ്രോപ്പർട്ടി നോ ലോങ്ങർ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. സ്വത്തവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷേ 1978 ശേഷം 1978 ശേഷം the right to property is no longer fundamental right. ഇനി അടുത്തത് അമെൻമെൻറ്റ് 73-74 അത് 1992 പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട്. പിന്നെ വരുന്ന അമെൻമെൻറ്റ് 86 2002 നമ്മൾ നേരത്തെ പഠിച്ചു, എഡ്യൂക്കേഷൻ ബിക്കെയിം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. പിന്നെ വരുന്നത് GST ആണ്. അമെൻമെൻറ്റ് 101 അത് വന്നത് 2016 പിന്നെ ലാസ്റ്റ് വന്ന അമെൻമെൻറ്റ് 106 2023 വിമൻസ് പ്രിസർവേഷൻ ബില്ല്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 10. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ. ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? BR അംബേദ്കർ. ഇനി അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു എക്സിസ്റ്റൻസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നിലവിൽ വന്നത് 26 ജനുവരി 1950 ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് എഴുതാനാണ്. പാർലമെൻ്ററി ഡെമോക്രസി, ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. പോപ്പുലർ sovereignty, all the powers of the nation originate from the people. Okay, fundamental rights, each individual is guaranteed certain fundamental rights by the state. Fundamental duties, responsibilities that every individual owes to the nation and the society. അപ്പോൾ നമ്മൾ 10 ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്ത് ഇതിനു മുമ്പ് ഒരു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന 8 ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ 4 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ ഹിന്ദി 2 ക്വസ്റ്റ്യൻ പേപ്പർ, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, സോഷ്യൽ സയൻസ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.